റഷ്യയുടെ ആക്രമണത്തിനെതിരെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഒരു ഡ്രോൺ മതിൽ തീർക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. അതും ഡെൻമാർക്കിൽ നടക്കുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഉച്ചകോടിയിലാണ് ഈ തീരുമാനം എന്നറിയുന്നു. അതായത് പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് പോളണ്ട് ഒരുപാട് ഈ റഷ്യൻ ഡ്രോണുകൾ അവരുടെ വ്യോമാതിർത്തി ലംഘിച്ച് അതിൻ്റെ അകത്ത് കടന്നു. ഡെൻമാർക്ക്, ഇങ്ങനെ പല രാജ്യങ്ങളിലും, മോൾഡോവ, പിന്നെ പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ചില രാജ്യങ്ങൾ, ഇവിടെയൊക്കെ ഈ റഷ്യയുടെ ഡ്രോണുകൾ അതിർത്തി ലംഘിച്ച്, വ്യോമാതിർത്തി ലംഘിച്ച് കടന്നു എന്ന് ഒരുപാട് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്നലെയാണെങ്കിൽ ജർമ്മനിയിലും ഈ ഡ്രോണുകൾ കണ്ടു എന്ന് മാത്രമല്ല, മ്യൂണിക് എയർപോർട്ട് അടച്ചു പൂട്ടി ഇന്നലെ രാത്രി. അതായത് പല ഡ്രോണുകൾ ജർമ്മനിയുടെ വ്യോമാതിർത്തി ലംഘിച്ച് കണ്ടതുകൊണ്ട് മ്യൂണിക് എയർപോർട്ട് അടച്ചു പൂട്ടി രാത്രി. 17 ഫ്ലൈറ്റുകൾ രാത്രി 10 മണിക്ക് റദ്ദാക്കി. 3000 യാത്രക്കാർ അതുകൊണ്ട് ദുരിതത്തിലായി. 15 ഫ്ലൈറ്റുകൾ തിരിച്ചുവിട്ടു. സ്ട്രട്ട്ഗാർട്ട്, ന്യൂറംബർഗ്, ഫ്രാങ്ക്ഫർട്ടിലേക്കുമൊക്കെ തിരിച്ചുവിട്ടു ഫ്ലൈറ്റുകൾ. ഇവിടെ ഇറങ്ങണ്ട, മ്യൂണിക്കിൽ ഇറങ്ങണ്ട, നിങ്ങൾ പോയി സ്റ്റുട്ട്ഗാർട്ടിൽ ഇറങ്ങുക, ന്യൂറംബർഗിൽ ഇറങ്ങുക, ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് തിരിച്ചുവിടുകയും ചെയ്തു. തെക്കൻ ജർമ്മനിയിലെ ബവേറിയ എയർപോർട്ട്, ലുഫ്താൻസ എയർലൈൻസ് ഉണ്ടല്ലോ, ലുഫ്താൻസ എയർലൈൻസിൻ്റെ പ്രധാനപ്പെട്ട ഹബ്ബാണ്. അവിടെയും ഈ ഭീഷണി ഉണ്ടായി. 2 കോടി യാത്രക്കാർ ഈ കൊല്ലം ഇതുവരെ അവിടെ നിന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. ഡെൻമാർക്കിൽ കഴിഞ്ഞ ആഴ്ച 2 തവണ ഈ ഡ്രോൺ ഭീഷണി റഷ്യയിൽ നിന്നാണെന്നാണ് ഡെൻമാർക്ക് പറയുന്നത്. പോളണ്ടിൻ്റെ പ്രധാനമന്ത്രി അവിടെ കണ്ട ഡ്രോൺ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിർത്തിയിലാണ്, യുക്രൈൻ്റെ ഒക്കെ അതിർത്തിയിൽ, റഷ്യയുടെ അതിർത്തിയിലാണ് പോളണ്ട്. അതുകൊണ്ട് യുക്രൈനും പറയുന്നുണ്ട് അത് റഷ്യയുടെ ഡ്രോണുകളാണ് എന്നുള്ളത്. ഡെൻമാർക്കിൽ കഴിഞ്ഞ ആഴ്ച 2 തവണ. അപ്പോൾ ഇത് റഷ്യയുടെ ഡ്രോണുകളെ നന്നായി കൈകാര്യം ചെയ്ത് പരിചയം യുക്രൈനാണ് എന്നുള്ളതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതലും ആശ്രയിക്കുന്നത്, ഈ റഷ്യൻ ഡ്രോണുകളെ നശിപ്പിക്കാൻ ആശ്രയിക്കുന്നത് യുക്രൈനെയാണ്. യുക്രൈനും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിലിപ്പോൾ 40 രാജ്യങ്ങൾ പങ്കെടുത്തു എന്ന് പറഞ്ഞല്ലോ. ഇത് നാറ്റോയുടെ കിഴക്കൻ മേഖലയിലാണ് ഇപ്പോൾ റഷ്യയുടെ ഭീഷണി ഉയർന്നിരിക്കുന്നത്, ഈ ഡ്രോൺ ഭീഷണി. മാത്രമല്ല ഈ യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയും തമ്മിൽ തന്നെ വലിയ സംഘർഷ സാധ്യത ഉണ്ടെന്നും വാർത്തകളിൽ കാണുന്നുണ്ട്. അതായത് ഈ യുക്രൈൻ റഷ്യയുടെ ഊർജ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ യുക്രൈന് കൂടുതൽ സഹായം അമേരിക്ക കൊടുക്കും എന്നുള്ള വിവരവും ഒക്കെ പുറത്തു വന്നിരിക്കുന്ന സമയമാണിത്. അപ്പോൾ ഈ നാറ്റോയിലുള്ളത് 32 രാജ്യങ്ങളാണ്, അമേരിക്ക ഉൾപ്പെടെ. തുർക്കിയും ഒക്കെ നാറ്റോയിലുണ്ട്. നാറ്റോയിൽ ചേരാൻ പോയപ്പോഴാണ് യുക്രൈനെ ആക്രമിച്ചത് റഷ്യ. അപ്പോൾ നാറ്റോയുടെ കിഴക്കൻ മേഖലയിലാണ് ഭീഷണിയുള്ളത്. അപ്പോൾ യുക്രൈനുമായി ചേർന്നിട്ട് ആ ഭീഷണി ചേർക്കണം എന്നാണ് ഈ കോപ്പൻഹാഗനിൽ ചേർന്ന ഉച്ചകോടിയുടെ തീരുമാനം. യൂറോപ്പിലേക്ക് ഇനി വരുന്ന റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചിടണം എന്നാണ് ഈ മാക്രോൺ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ഉച്ചകോടിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാക്രോൺ പ്രത്യേകിച്ചും അങ്ങനെ തന്നെ പറഞ്ഞു, ഇനി വരുന്ന ഡ്രോണുകൾ നമ്മൾ വെടിവെച്ചിടണം, വെറുതെ റഷ്യയുടെ നമ്മുടെ വ്യോമാതിർത്തി ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. പോളണ്ടിൻ്റെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് പറഞ്ഞു, യുക്രൈൻ യുദ്ധം നമ്മുടെ കൂടി യുദ്ധമാണ്, യുക്രൈൻ്റെ തോൽവി നമ്മുടെ കൂടി കൂട്ടത്തോൽവിയായിരിക്കും. അതുകൊണ്ട് യൂറോപ്യൻ ഈ രാജ്യങ്ങളെല്ലാം കൂടി യുക്രൈനെ പിന്തുണയ്ക്കണം, ആ യുദ്ധം നമ്മുടേതായിട്ട് എടുക്കണം, ഈ ഡ്രോണുകളെ നമ്മൾ വെടിവെച്ചിടണം എന്ന് പോളണ്ടിൻ്റെ പ്രധാനമന്ത്രിയും പറഞ്ഞു. സെലൻസ്കി പറഞ്ഞു, യൂറോപ്യൻ അതിർത്തിയിൽ നുഴഞ്ഞു കയറി സംഘർഷം കൂട്ടുക എന്നുള്ളതാണ് റഷ്യയുടെ ലക്ഷ്യം. അതായത് യൂറോപ്പും പടിഞ്ഞാറും തമ്മിലുള്ള സഖ്യം അത് തകർക്കുകയാണ് ഉദ്ദേശം.
നമ്മളിവിടുന്ന് പറയുമ്പോൾ വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അമേരിക്കയാണല്ലോ ഉദ്ദേശിക്കുക. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്പും കൂടി ചേർന്നതാണ് വെസ്റ്റ് എന്ന് ഒറ്റയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വൻ സുരക്ഷ ഈ യൂറോപ്യൻ രാജ്യങ്ങളിപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട്. ഡെൻമാർക്ക്, എസ്തോണിയ, പോളണ്ട് ഈ രാജ്യങ്ങളിലാണ് പ്രധാനമായിട്ടും റഷ്യൻ ഡ്രോണുകൾ കടന്നു കയറിയിരിക്കുന്നത്. അപ്പം നാറ്റോയുടെ എയർസ്പേസ് ലംഘിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാനമായിട്ടും വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ. റൊമാനിയയിലും ഈ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ റൊമാനിയയുടെ പ്രധാനമന്ത്രി നിക്കോസർ ഡാൻ പറഞ്ഞു ഇനി കണ്ടാൽ വെടിവെച്ചിരിക്കും, റഷ്യൻ ഡ്രോൺ കണ്ടാൽ വെടിവെച്ചിരിക്കും എന്ന് പറഞ്ഞു. യുക്രൈന് റഷ്യൻ ഊർജ കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്യാനായിട്ട് അമേരിക്കൻ ഇൻ്റലിജൻസ് അനുവാദം കൊടുത്തതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. റഷ്യ ഇപ്പോൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, നാറ്റോ ഞങ്ങൾക്കെതിരെ നേരിട്ട് ഇടപെടുകയാണ്, നാറ്റോ ഞങ്ങൾക്കെതിരെ നേരിട്ട് ഇടപെടുന്നു, അപ്പോൾ ഞങ്ങൾ നാറ്റോയെ കണ്ണുവെക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. റഷ്യയുടെ റിഫൈനറികൾ, എണ്ണ ശുദ്ധീകരണ ശാലകൾ, ഊർജ കേന്ദ്രങ്ങൾ ഇതൊക്കെ യുക്രൈൻ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. എണ്ണ ശുദ്ധീകരിക്കുന്ന പരിപാടിക്ക് തടസ്സം സൃഷ്ടിക്കുക, അങ്ങനെ സാമ്പത്തികമായിട്ട് റഷ്യയെ ഞെരുക്കുക എന്നുള്ളതാണ് യുക്രൈൻ്റെ ലക്ഷ്യം. അമേരിക്കയാണെങ്കിൽ ടൊമാഹോക്ക് മിസൈലുകൾ യുക്രൈന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ടൊമാഹോക്ക് ക്രൂസ് മിസൈലുകൾ നാറ്റോ രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കും എന്ന് പുടിൻ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ ടൊമാഹോക്ക് മിസൈലുകൾ കൊടുക്കുന്നത്. യൂറോപ്പും റഷ്യയുമായിട്ടൊരു യുദ്ധം ഉടനെ ഉണ്ടാകുമോ എന്നുള്ള സംശയവും പല മാധ്യമങ്ങളിലും വരുന്നുണ്ട്. ഈ രാത്രി തന്നെ തയ്യാറായിരിക്കൂ എന്ന് പട്ടാള മേധാവി ജനറൽ പീറിഷിൽ ഉത്തരവ് കൊടുത്തതായിട്ട്, പോളണ്ടിൻ്റെ ഉത്തരവ് കൊടുത്തതായിട്ട് റിപ്പോർട്ടുകളിൽ വരുന്നുണ്ട്. ഈ രാത്രി തന്നെ തയ്യാറായിരിക്കൂ എന്ന് ഫ്രാൻസിലെ പട്ടാള മേധാവി ഉത്തരവ് കൊടുത്തതായിട്ടും ഒക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഏത് നിമിഷവും റഷ്യ ആക്രമിക്കാൻ നമ്മൾ തിരിച്ചാക്രമിക്കണം എന്ന് യൂറോപ്പിലെ രാജ്യങ്ങൾ, ഫ്രാൻസ് ഉൾപ്പെടെ പറയുന്നൊരവസ്ഥയുണ്ട് എന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. മാക്രോണി ഉച്ചകോടിയിൽ പറഞ്ഞത് റഷ്യയുമായി സംഘർഷത്തിൽ ആണിപ്പോൾ യൂറോപ്പ്, റഷ്യയുമായി സംഘർഷത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പോളണ്ട്, എസ്തോണിയ, റൊമാനിയ, ലിത്വാനിയ ഈ രാജ്യങ്ങളൊക്കെ ഈ റഷ്യയുടെ ഡ്രോൺ ശല്യത്തിൽ വലഞ്ഞ രാജ്യങ്ങളാണ്. അതിന് പുറമെ ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ ഇതൊക്കെ ഈ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും റഷ്യൻ ഡ്രോണുകൾ കടന്നു ചെല്ലുന്നു. അത് ചെറുക്കുക. അപ്പോൾ ഫ്രാൻസ് 3 ഘട്ടമായി യുദ്ധത്തിന് തയ്യാറാവുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടം റൊമാനിയയും 10 സഖ്യരാഷ്ട്രങ്ങളുമായിട്ട് സംയുക്ത അഭ്യാസങ്ങൾ, സൈനിക അഭ്യാസങ്ങൾ നടത്തുക. ഫ്രാൻസ് അങ്ങനെ ഈ നാറ്റോ രാജ്യമായതുകൊണ്ട് ഈ അമേരിക്ക കാര്യങ്ങളൊക്കെ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് ഈ 32 നാറ്റോ രാജ്യങ്ങൾ അവരുടെ ഡിഫൻസ് സ്പെൻഡിങ്, പ്രതിരോധ ചെലവ് വളരെ കുറവാണ്. GDPയുടെ 1% ആയുധം മേടിക്കാനായിട്ട് ഉപയോഗിക്കുള്ളൂ. കാരണം ഞങ്ങളെ ഏതെങ്കിലും രാഷ്ട്രം ആക്രമിച്ചാൽ അത് അമേരിക്ക, അങ്ങനെയാണ് അവരുടെ വ്യവസ്ഥ 5. അതനുസരിച്ചിട്ട് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തെ ആക്രമിച്ചാൽ അമേരിക്ക ആക്രമിച്ചായിട്ട് കണ്ടിട്ട് ഇടപെടും. ആ വ്യവസ്ഥയുള്ളത് കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അമേരിക്ക ചെയ്തോളും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതാണ് ട്രംപ് പറയുന്നത്, നിങ്ങൾ GDPയുടെ 2% ആയുധം മേടിക്കണം. അങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് മോദി 10-40 വർഷത്തിൻ്റെ ഇടയ്ക്ക് പോളണ്ടിൽ അടുത്ത കാലത്ത് പോയത്. കാരണം പോളണ്ട് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കുറേ ആയുധം മേടിക്കാൻ പോകുന്നുണ്ട്. അവർ 5% GDPയുടെ ചെലവ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാം ഘട്ടത്തിൽ 5000 നാറ്റോ ഭടന്മാർ ആ സംയുക്ത അഭ്യാസത്തിൽ റൊമാനിയയിൽ നടക്കുന്നതിൽ പങ്കെടുക്കും. ഫ്രഞ്ച് ബ്രിഗേഡ് അതിൻ്റെ അകത്തുണ്ടാവും. രണ്ടാമതായിട്ട് 25,000 സൈനികർ, ഫ്രാൻസിൻ്റെ ഒരു ഡിവിഷൻ സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കും. മൂന്നാമതായിട്ട് പിന്നെയും 25,000 ഈ വിദേശ സേനകൾ, വിദേശ
രാജ്യങ്ങളിൽ നടക്കുന്ന അഭ്യാസങ്ങളിൽ 25,000 ഫ്രഞ്ച് സൈനികർ പങ്കെടുക്കും. എന്താണെന്ന് വെച്ചാൽ ഫ്രാൻസിലെ സൈനികർക്ക് യുദ്ധം നടത്തിയിട്ടൊക്കെ കുറേ കാലമായില്ലേ. ഒരു അനുഭവത്തിനും പരിചയത്തിനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഉച്ചകോടി കോപ്പൻഹാഗനിലെ തീരുമാനം ഒരു ഡ്രോൺ മതിൽ റഷ്യക്കെതിരെ ഉയർത്തുക എന്നുള്ളതാണ്. ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ റഷ്യൻ ഡ്രോണുകൾ വ്യോമാതിർത്തി ലംഘിക്കുമ്പോൾ വെടിവെച്ചിടുക. അത് ഒരു സംഘർഷത്തിൻ്റെ സാധ്യത ആണ് ഇപ്പോൾ യൂറോപ്പും റഷ്യയും തമ്മിൽ നിലനിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.